സാറിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരിക്കലും എന്ത് ചെയ്താലും സാർ ദേഷ്യപ്പെടില്ല. എന്ന് വെച്ചാൽ സാറിൻ്റെ ഒരു പോളിസി എന്താ വെച്ചാൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ നമ്മളൊരിക്കലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരെ മൂഡ് ഔട്ട് ആക്കുകയോ ചെയ്യരുതെന്നാണ് സാറിൻ്റെ പോളിസി. സാർ എപ്പോഴും പറയുക. അതുകൊണ്ട് എന്തൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ ഇവൻ ഞാൻ കണ്ടിട്ടുള്ളതിൽ സാറിൻ്റെ ഒരു ഫ്രെയിമിൽ ഒരു ചെറിയ കുട്ടി, ഇപ്പോൾ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിൽ കൂടി ഒരു ചെറിയ കുട്ടി നിൽക്കണമെങ്കിൽ പോലും ആ കുട്ടി എന്ത് ചെയ്യണം എന്നുള്ളത് പോലും സാറിന് വ്യക്തമായൊരു ധാരണയുണ്ട്. അത് ആ കുട്ടിയെ കൊണ്ട് ചെയ്യിക്കും. അത് സാറിൻ്റെ ഒരു ഞാൻ കണ്ടേക്കണ ഒരു ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. ആ ഫ്രെയിമിൻ്റെ അത് നിൽക്കണ എല്ലാവരെയും സാർ ഒരേപോലെ ശ്രദ്ധിച്ച് ഓരോരുത്തർക്കും ഇന്നത് വേണമെന്ന് പറയും. അപ്പോൾ സാധു മരണ്ടാൽ ചെയ്യുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി. അപ്പം ഞാൻ ഈ മോണിറ്ററിൻ്റെ സി സിയുടെ ബാക്കിലിരുന്ന് ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സാറ് പറഞ്ഞു, ആ നീല ഷർട്ടുകാരൻ ഇതിനു മുമ്പ് ഗ്ലാസ് വെച്ചിട്ടുണ്ടായുള്ളൂ, ഭയങ്കര ക്രൗഡാണ്. അപ്പം ഞാൻ ആലോചിച്ചു, ദൈവമേ ഇത്രയും വലിയ ഫ്രെയിമിൽ ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ സാറ് ഇത്രയും കാര്യമായിട്ട് നോക്കിയാണ്. അപ്പം എനിക്കത് ഭയങ്കര അത്ഭുതമായി. എങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞ ഷോട്ടിൽ? ഞാൻ ചോദിക്കുകയും ചെയ്തു എൻ്റെ പൊട്ടത്തരത്തിന്, സാറിന് എങ്ങനെ മനസ്സിലായി അയാൾ കഴിഞ്ഞ ഷോട്ടിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ടായില്ല എന്നുള്ളത്? അപ്പം പറഞ്ഞു, അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കില്ല, ഫ്രെയിമൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഓ ശരി, അപ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ ഞാനും നോക്കും, പിന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ കണ്ടിന്യൂറ്റി ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. അതല്ലാതെ അതൊന്നും അറിയില്ലായിരുന്നു ആദ്യം. ഫസ്റ്റ് സ്ക്രിപ്റ്റ് കൈ കിട്ടിയതൊക്കെ ആദ്യം എനിക്ക് തോന്നുന്നു കഥ പറയണത് തന്നെ ഏറ്റവും തമാശയാണ്. അതിപ്പോൾ ഇതിലൊക്കെ അഭിനയിക്കുമ്പോൾ എൻ്റെ റോള് അതൊക്കെ പറയും, പൊതുവേ ഇന്നതെന്നൊക്കെ പറഞ്ഞു തരുള്ളൂ. ഞാൻ എൻ്റെ ഹീറോയിനായിട്ട് വരുന്ന സമയത്ത് എനിക്ക് എൻ്റെ അടുത്ത് സ്റ്റോറി പറയുമ്പോൾ ഞാനൊക്കെ ഇരുന്ന് കേൾക്കും. ഞാൻ തന്നെ മനസ്സിലിങ്ങനെ ആലോചിക്കും ഇങ്ങനെ തന്നെ. എനിക്ക് തോന്നുന്നു ഒരു തമിഴ് ഡയറക്ടർ ഞാനും ചാച്ചനും കൂടി കഥ കേൾക്കാൻ പോയപ്പോൾ അപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ എക്സ്പ്രസീവ് ആണ്, പക്ഷെ എങ്കിൽ പോലും അങ്ങനെ നമ്മൾ കഥ പറയുമ്പോൾ പോലും അഭിനയിച്ച് കാണിക്കുന്നതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഡയറക്ടറാകും, ഒരു തമിഴ് ഡയറക്ടർ, ഞാനും ചാച്ചനും. അപ്പോൾ ഞങ്ങൾക്കത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭയങ്കര ഇമോഷണലായിട്ട് നെഞ്ചത്തടിക്കുന്ന സീനൊക്കെ ഉണ്ട്. ഡയറക്ടർ പോയിട്ട് പട്ടാന്ന് പറഞ്ഞിട്ട് ഞാനും ചാച്ചനും ഞെട്ടിപ്പോയി. അത് പുള്ളിക്ക് ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത്, അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ആവാം, കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന വേറെ ഞങ്ങളൊരു 5 പേരേ ഉള്ളൂ ആ റൂമിൽ. ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങനെ അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതെന്താ സംഭവം? അപ്പോൾ ചാച്ചനും ഞാനും പേടിച്ചു, നമ്മളിത് ആദ്യമായിട്ട് എങ്ങനെ കണ്ടെന്താ ഇങ്ങനെ കഥ പറയണമെന്ന് വെച്ചു. പിന്നെ മനസ്സിലായി അത് തമിഴിൻ്റെ അവരുടെ ഒരു രീതിയാണ്, അവർ അത്രയും എക്സ്പ്രസ് ചെയ്ത് നമ്മളെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നുള്ളത്. അതൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവം തോന്നി. പിന്നെ സ്ക്രിപ്റ്റ് കേൾക്കിട്ടിപ്പോൾ എൻ്റെ അമ്മ ഇതെങ്ങനെ വായിച്ചു തീർക്കും എന്നെനിക്ക് ഏറ്റവും ആദ്യം തോന്നിയിട്ടുണ്ട്. ഇതെന്തോരം. പിന്നെ ഞാൻ നോക്കിയോ, ഇത് ഇത്രയും എങ്ങനെയാണ് സിനിമയാക്കണം, എങ്ങനെയാണ് മനസ്സിലാവുക ഡയറക്ടർക്ക് ഇത് ഇന്നതാണെന്ന്. അപ്പം അന്നും അറിയില്ല, ഇപ്പോഴൊന്നും മനസ്സിലാവും ഇന്നത് ഷോർട്ടായിട്ട് തിരിക്കും അങ്ങനെ. ഇത് പഠിക്കുമ്പോഴാണ് ഇത്രയും വലിയ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. ഇവർക്കും കുറേയൊക്കെ പഠിക്കാനുണ്ടല്ലേ എന്നൊക്കെ തോന്നിയിട്ടുണ്ട്.